മുണ്ടക്കയം കൂട്ടിക്കലിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ് സഹപാഠികൾ സംഘം ചേർന്ന് 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ചത്. 2 ഡിവിഷനുകളിലെ വിദ്യാർത്ഥികൾ തമ്മിൽ ഇവിടെ ഏറ്റുമുട്ടുന്ന സ്ഥിതി നേരത്തെ ഉണ്ടായിരുന്നു. ഈ വിഷയത്തിൽ ഇടപെടരുതെന്ന് ആവശ്യപ്പെട്ടാണ് 6ഓളം വരുന്ന വിദ്യാർത്ഥികൾ തന്നെ ക്രൂരമായി മർദ്ദിച്ചതെന്ന് മർദ്ദനമേറ്റ വിദ്യാർത്ഥി പറയുന്നു. 3 ഡിവിഷനുകളാണ് 10ാം ക്ലാസ്സിൽ ഇവിടെയുള്ളത്. ഇതിൽ എ, സി ഡിവിഷനുകളിലെ വിദ്യാർത്ഥികൾ തമ്മിലാണ് വിഷയങ്ങൾ ഉണ്ടായിരുന്നത്. ബി ഡിവിഷനിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയെയാണ് സി ഡിവിഷനിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് മർദ്ദിച്ചത്. എ ഡിവിഷനിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇടപെടരുത് എന്ന് പറഞ്ഞായിരുന്നു മർദ്ദനമെന്ന് പരിക്കേറ്റ വിദ്യാർത്ഥി പറഞ്ഞു. എന്നെ ക്ലാസ്സിൽ നിന്ന് വിളിച്ചിറക്കിയിട്ട് എന്നോട് സംസാരിക്കാനാണ് ഞാൻ ടോയ്ലറ്റിലോട്ട് വിളിച്ചുകൊണ്ട് പോയി. എന്നിട്ട് ഞാൻ ഇറങ്ങി തിരിച്ചു വന്നു. സംസാരിച്ചിട്ട് തിരിച്ചു വന്നപ്പം എന്നെ അവന്മാർ എൻ്റെ കണ്ണിട്ടിടിച്ചു, എൻ്റെ മൂക്കും കൂട്ടിയിടിച്ച്. ആദ്യം മൂക്ക് കൂട്ടി, പിന്നെ എന്നെ ടോയ്ലറ്റിൻ്റെ ബാക്കിലോട്ട് ആയിട്ട് തള്ളിയിട്ടിട്ട് എന്നെ ഭയങ്കരമായിട്ട് എല്ലായിടത്തും ഇട്ട് ഇടിച്ചു. എൻ്റെ വയറിട്ട് ചവിട്ടുകയും ചെയ്തു. എൻ്റെ കണ്ണ് ഇടിച്ചു പൊട്ടിച്ചു, മുഖവും പൊട്ടലാക്കി. എല്ലാവരും കൂടെ ഭയങ്കരമായിട്ട് ഇടിച്ചു. എന്നിട്ട് എന്നെ അവിടുന്ന് അജയ് എന്ന് പറഞ്ഞ ഒരുത്തൻ എൻ്റെ ഇവിടെ ചെസ്റ്റിലായിട്ട് തല വെച്ചിട്ട് 2 ഭാഗത്തും കൈ കൊണ്ട് ഇടിച്ചു. എന്നിട്ട് എന്നെ അവർ വീണ്ടും ഇടിക്കാൻ തുടങ്ങി. അത് ലാസ്റ്റ് രക്തം കണ്ടപ്പം അവർ നിർത്തിയിട്ട് ഓടി. കണ്ണിനും മൂക്കിനുമടക്കം മുഖത്താകെ പരിക്കേറ്റ വിദ്യാർത്ഥി ഇപ്പോഴും ചികിത്സയിലാണ്. ആദ്യം മുണ്ടക്കയത്തെ സർക്കാർ ആശുപത്രിയിലും തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലുമടക്കം ചികിത്സ തേടിയ വിദ്യാർത്ഥി ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലാണ് തുടർ ചികിത്സ നടത്തിവരുന്നത്. സംഭവത്തിൽ സ്കൂൾ അധികൃതർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുണ്ടക്കയം പോലീസ് അന്വേഷണം നടത്തി. 6ഓളം വിദ്യാർത്ഥികൾക്കെതിരെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചതായി പോലീസ് അറിയിച്ചു.